शरीरापरा वेदविहारा जीवेश्वरा शंकरा शरीरापरा वेदविहारा जीवेश्वरा शंकरा അപ്പോൾ ഞങ്ങളുടെ തൃക്കപുരം അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മൾ ആദ്യത്തെ ദിവസം ശ്രീനാഥ് ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ശ്രീനാഥിൻ്റെ പരിപാടിയായിരുന്നു. രണ്ടാമത്തെ ദിവസം ദുർഗാ വിശ്വനാഥിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ എല്ലാവരും നമുക്ക് ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആനയുടെ പേര് പീച്ചിയിൽ രാജീവ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളന്ന് ഉത്സവ ബലി ദർശനം ഉണ്ടായിരുന്നു കേട്ടോ കൊടിയേറ്റിൻ്റെ പിറ്റേന്ന്. അപ്പോൾ ഇവൻ നേരത്തെ വന്നിരുന്നു അന്ന് തന്നെ. അപ്പോൾ അവൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെവിയിലൊരു വലിയ തൊള്ളയൊക്കെ ഉണ്ട് കേട്ടോ അവൻ്റെ. അപ്പോൾ പിറ്റേന്ന് അന്ന് രാത്രി ദുർഗയുടെ പരിപാടിയായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് കാണാം. പാർവതിക്ക് സമ്മേളനം ചൊല്ലിടാൻ അങ്ങനെ അന്നത്തെ ഗാനമേളയൊക്കെ കഴിഞ്ഞ് അപ്പൂനും മിയയ്ക്കും നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തായിരുന്നേ. അപ്പോൾ മിയാമോൾക്ക് സ്ട്രോബെറി ഫ്ലേവറാണ് വാങ്ങിയത്. അപ്പൂസിന് എന്തായിരുന്നു ബ്ലൂബെറിയാണ് വാങ്ങിയത്. അപ്പോൾ അപ്പൂസ് ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പൂ പറയണം അവൻ്റെ വീഡിയോ മാത്രമേ എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുശുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ അതേ അപ്പൂൻ്റെ ഐസ്ക്രീം കിട്ടാൻ വേണ്ടി അപ്പൂ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ അപ്പൂൻ്റെ ഐസ്ക്രീം കിട്ടിയായിരുന്നു. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായില്ലേ ഐസ്ക്രീമിന്? പിറ്റേന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൈതാരം ഭാഗത്തിലെ ഉത്സവമായിരുന്നു പിറ്റേന്ന് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തോട്ടുപള്ളി. അങ്ങനെയാണ് ഇവിടെ ഉത്സവത്തിൻ്റെ ഇതുവരെ. അപ്പോൾ ഞങ്ങൾക്ക് താലമൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. 5 ആനയുടെ ഉത്സവമാണ് ഉണ്ടായിരുന്നത്. കൈതാരം ഭാഗത്തിലും തോട്ടുപള്ളി ഭാഗത്തിലും 5 ആന വീതമാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഉത്സവത്തിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അടുത്ത ദിവസം കൈതാരം പടയണിയായിരുന്നു. അങ്ങനെ നമ്മളെ പടയണിയുടെ വീഡിയോ ആണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പടയണിയുടെ വീഡിയോ കണ്ടാലോ?
ഞങ്ങളുടെ കൈതാരം ഭാഗത്തിന് ഹനുമാനാണ് അവിടെ പടയണിക്കുള്ളത്. കോട്ടുവള്ളി ഭാഗത്തിന് ആരാണുള്ളത്? ഭീമനാണുള്ളത് കേട്ടോ. അപ്പോൾ കൈതാരം ഭാഗത്തിന് ഹനുമാൻജിയും കോട്ടുവള്ളി ഭാഗത്തിന് ഭീമനുമാണ്. അപ്പോൾ അപ്പൂന് കയറാൻ പറ്റാത്തതിന് നല്ല വിഷമമുണ്ടല്ലേ അപ്പൂ? അപ്പോൾ ഇത് കോട്ടുവള്ളി ഭാഗത്തിൻ്റെ പടയണിയായിരുന്നു. കൈതാരം ഭാഗം കഴിഞ്ഞ പിറ്റേന്നായിരുന്നു കോട്ടുവള്ളിയുടെ പടയണി. ഇത്തവണ കൊടിയേറ്റ് കൈതാരം ഭാഗത്തിൻ്റേതായിരുന്നു. അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് കേട്ടോ പരിപാടി വരുന്നത്. ഒരു ദിവസം കൈതാരം, ഒരു ദിവസം കോട്ടുവള്ളി, ഒരു ദിവസം കൈതാരം, അങ്ങനെ ആ ഒരു ഓൾട്ടർനേറ്റ് ഡേയിലാണ്. 7ാമത്തെ ദിവസം ഉത്സവത്തോടുകൂടി വലിയ വിളക്കോടുകൂടിയാണ് സമാപനം നടക്കുന്നത്. അപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. അവരുടെയും രൂപങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു. 2 പടയണിയും സൂപ്പറായിരുന്നു അല്ലേ? ഞങ്ങളുടെ കൈതാരവും അടിപൊളിയായിരുന്നു, കോട്ടുവള്ളിയും അടിപൊളിയായിരുന്നു. പിന്നെ മിയയ്ക്ക് എന്താ പറയാനുള്ള? ഇഷ്ടപ്പെട്ടോ? പിന്നെ ഐസ്ക്രീം ഒക്കെ കുറെ കഴിച്ചായിരുന്നില്ലേ? ഏത് ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം? അപ്പൂന് ബ്ലൂബെറി ആണെന്ന് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി. ചോക്ലേറ്റും ബ്ലൂബെറിയുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കാണാം. നല്ല രസമുണ്ടായിരുന്നു ഇവരുടെ പടയണി കാണാനായിട്ട്. പിറ്റേന്ന് വലിയ വിളക്കായിരുന്നു. കോട്ടുവള്ളി പടയണി കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം വലിയ വിളക്ക്. വലിയ വിളക്ക് ദേവസ്വത്തിൻ്റെ ഉത്സവമാണ്. അതും 5 ആനയുടെ ഉത്സവമായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്കിതിൽ കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നില്ലേ ഇതൊക്കെ കാണാനായിട്ട്? നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. പക്ഷെ ഇതിന് വെയിറ്റ് നല്ലോണം ഉണ്ട് കേട്ടോ. അവരാ രൂപത്തിന് നല്ല വെയിറ്റാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കൊണ്ടു നടക്കാൻ. അപ്പോൾ സ്റ്റൂളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. നന്നായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഉത്സവം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത ദിവസം കാണാം.